നമസ്കാരം, ഞാൻ സിജു. എല്ലാവർക്കും നെറ്റോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യുകെയിലെ ഏറ്റവും പുതിയ ചില അപ്ഡേറ്റ്സുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളോട് ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. അതിൽ ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് COS ഇഷ്യൂ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അതായത് യുകെയിലേക്ക് പ്രത്യേകിച്ച് കെയറായിട്ടോ സീനിയർ കെയറായിട്ടോ വരാൻ ഇനി സാധിക്കുകയോ ഇല്ലയോ എന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ COSൻ്റെ ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് ചെക്ക് ചെയ്ത് നമ്മൾ നോക്കിയാൽ ഇപ്പോഴും COS എല്ലാ ദിവസങ്ങളിലും കിട്ടുന്നുണ്ട്. പക്ഷേ നമുക്ക് നേരത്തെ കിട്ടുന്നത് പോലെ ഇപ്പോൾ നൂറുകണക്കിന് COSകളൊന്നും ഒരു ദിവസമൊന്നും ഇപ്പോൾ ഇഷ്യൂ ചെയ്യുന്നില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥാപനം, ഇപ്പോൾ ഡൊമിസിലറി ആയാലും കെയർ ഹോം ആയാലും മറ്റേതൊരു കമ്പനി ആയാലും ഒരു COSന് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ, ഹോം ഓഫീസിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഹോം ഓഫീസ് അത് ഡീറ്റെയിൽഡ് ആയിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. അതായത് ഇത്രയും COSകൾ ആ ഒരു സ്ഥാപനത്തിന് ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ഇത്രയും വിദേശത്ത് നിന്ന് ഇത്രയും സ്റ്റാഫിനെ അവർക്ക് ആവശ്യമുണ്ടോ എന്നുള്ളത് അവർ വ്യക്തമായിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ അത് ചെക്ക് ചെയ്യുമ്പോൾ അവർക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അവർ കൂടുതൽ ഡോക്യുമെൻറ്റ്സ് ചോദിക്കും. അങ്ങനെ ഡോക്യുമെൻറ്റ്സ് ചോദിക്കുമ്പോൾ ആ കറക്റ്റായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഒന്നുകിൽ COS അലോക്കേറ്റ് ചെയ്ത് കിട്ടുകയുള്ളൂ, അല്ലെങ്കിൽ ആ ആപ്ലിക്കേഷൻ ക്യാൻസൽ ആയി പോകുന്നുണ്ട്. അന്നേരം ഈ കമ്പനികൾ സബ്മിറ്റ് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സ് പെർഫെക്റ്റ് ആണെങ്കിൽ മാത്രം, അവർക്ക് അത്രയും വേക്കൻസികൾ ഉണ്ടെന്ന് ഹോം ഓഫീസിനെ ബോധ്യപ്പെടുത്താൻ സാധിച്ചാൽ മാത്രമേ അവർക്ക് COS ഇഷ്യൂ ചെയ്ത് കിട്ടുന്നുള്ളൂ. അതോടൊപ്പം തന്നെ CQCയുടെ ഇൻസ്പെക്ഷൻ നടന്നിട്ടുള്ള സ്ഥാപനങ്ങൾക്കാണ് ഇപ്പോൾ ഹോം ഓഫീസ് പൊതുവെ COS ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പഴയതുപോലെ ഡൊമിസിലറികൾ, നമുക്കറിയാമല്ലോ കഴിഞ്ഞ വർഷം ഡൊമിസിലറികളൊക്കെ 300ഉം 400ഉം ഒക്കെ COS ആണ് പല ഡൊമിസിലറികൾക്കും ഒരു ചെക്കിങ്ങും ഇല്ലാതെ കിട്ടിയത്. അങ്ങനെ ഒരുപാട് പേര് UK ജോലിയില്ലാതിരിപ്പുണ്ട് ആ COSകൾ വഴി. ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഡൊമിസിലറികളൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ അവർക്ക് CQCയുടെ ഇൻസ്പെക്ഷൻ പാസ്സായിട്ടില്ലെങ്കിൽ അവർക്ക് COS ലഭിക്കുന്നില്ല. അതുപോലെ തന്നെ പല കെയർ ഹോമുകൾക്ക് ഇപ്പോൾ 5 വർഷം മുമ്പൊക്കെ ആയിരിക്കും അവിടെ ലാസ്റ്റത്തെ CQC ഇൻസ്പെക്ഷൻ നടന്നത്. ഇപ്പോൾ പുതിയതായിട്ട് CQC ഇൻസ്പെക്ഷൻ നടക്കാത്തത് കൊണ്ട് തന്നെ പല കെയർ ഹോമുകൾക്കും ഇപ്പോൾ ഈ COSന് വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ കാരണങ്ങളൊക്കെയാണ് പ്രധാനമായിട്ട് ഇപ്പോൾ COSന് കാലതാമസം ഉണ്ടാക്കുന്നത്. UK ധാരാളം കെയർ വേക്കൻസികൾ ഇപ്പോഴും നിലവിലുണ്ട്. പക്ഷേ ഇവിടുത്തെ സ്ഥാപനങ്ങൾക്ക് വിദേശത്ത് നിന്ന് റിക്രൂട്ട് ചെയ്യണമെങ്കിൽ അവർക്ക് എയറേറ്റഡ് സ്പോൺസർഷിപ്പും വേണം, അതോടൊപ്പം തന്നെ COSും ലഭിക്കണം. പക്ഷേ ഹോം ഓഫീസിൽ നിന്ന് ഈ COSൻ്റെ ഡിലേ വരുന്നത് കൊണ്ട് തന്നെ പലർക്കും വിദേശത്ത് നിന്ന് ഇപ്പോൾ സ്റ്റാഫിനെ റിക്രൂട്ട് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. അന്നേരം നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇനിയും വിദേശത്ത് നിന്ന് ധാരാളം സീനിയർ കെയർമാർക്കും UK വരാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം UKയിലുള്ളവർക്ക്, ഞാൻ എപ്പോഴും പറയുന്ന പോലെ, ഈ ഒരു ജോലിയുടെ താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ പല സ്ഥാപനങ്ങളിലും ധാരാളം ഷോർട്ടേജ് അനുഭവപ്പെടുന്നുണ്ടെന്നാണ് അറിയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോഴും അതൊരു പ്രതീക്ഷയുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ഒരു കാര്യം ഒരുപാട് പേര് ചോദിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പലരും വിസ എടുക്കുമ്പോൾ സംശയമാണ് അവരുടെ ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാൻ സാധിക്കുമോ എന്നുള്ളത്. അന്നേരം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഇപ്പോൾ നമുക്ക് UK സ്കിൽഡ് വർക്കർ വിസയിൽ വരുന്നത് 2 ജോബ് കോഡുകൾക്ക് മാത്രമാണ് അവർക്ക് ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാൻ സാധിക്കാത്തത്. അതൊന്ന് 6135ഉം രണ്ടാമത്തത് 6136ഉമാണ്. ഈ 2 ജോബ് കോഡിലുള്ളവർക്ക് മാത്രമാണ് UK ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാൻ സാധിക്കാത്തത്. ബാക്കി ജോബ് കോഡുള്ള എല്ലാവർക്കും തന്നെ അവരുടെ ഡിപ്പെൻഡൻസിനെ UK കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. ഇതിനകത്ത് സാലറി ഒരു ക്രൈറ്റീരിയ അല്ല. കാരണം ഒരുപാട് പേര് ചോദിക്കുന്നു നമുക്ക് എത്ര രൂപ സാലറി കാണിച്ചാലാണ് നമുക്ക് ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാൻ സാധിക്കുന്നതെന്ന്. അന്നേരം ഈ 2 ജോബ് കോഡുകൾ ഒഴിച്ച് ബാക്കി എല്ലാ ജോബ് കോഡിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഡിപ്പെൻഡൻസിനെ UK കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. അതിനകത്ത് സാലറി ക്രൈറ്റീരിയ അത് ബാധകമേ അല്ല. സാലറി ക്രൈറ്റീരിയ ബാധകമായിട്ട് വരുന്നത് മെയിൻ ആപ്ലിക്കൻറ്റിന് മാത്രമാണ്. അതായത് സ്കിൽഡ് വർക്കർ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നവരുടെ മാത്രമാണ് സാലറി അവർ നോക്കുന്നത്. ബാക്കിയുള്ളവരുടെ സാലറി അവർ ചെക്ക് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾക്ക് മറ്റേതെങ്കിലും വിസ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങളുടെ ഡിപ്പെൻഡൻസിനെ UK കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. ഇത് രണ്ടാമത്തെ ഒരു അപ്ഡേറ്റ്. മൂന്നാമത്തെ ഒരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് വന്ന ഒരു ന്യൂസാണ്. NHSുമായിട്ട് ബന്ധപ്പെട്ട ഒരു സർവേ നടത്തി, ഇവിടുത്തെ ഒരു സ്ഥാപനം നടത്തിയ സർവേയിൽ അവർ പറഞ്ഞിരിക്കുന്നത്, NHSൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന 4 പേരിൽ ഒരാളെങ്കിലും അടുത്ത 5 വർഷത്തിൽ NHSലെ ജോലി ഉപേക്ഷിച്ച് മാറിപ്പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നു എന്നാണ്. അതായത് NHSൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ടോട്ടൽ നേഴ്സുമാരിൽ 25% അടുത്ത 5 വർഷത്തിനുള്ളിൽ ആ ജോലി ഉപേക്ഷിച്ച് ഒന്നുകിൽ മറ്റ് ജോലികൾക്ക് പോകും, അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുമെന്നാണ്. നമുക്കറിയാമല്ലോ, ഇപ്പോൾ തന്നെ NHSലെ വെയിറ്റിംഗ് ലിസ്റ്റ് ക്രമാതീതമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ NHSലെ വെയിറ്റിംഗ് ലിസ്റ്റ് കൂടുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാഫ് ഷോർട്ടേജ് തന്നെയാണ്. ഇതുവരെ ലേബറിൻ്റെ മന്ത്രിസഭ വന്നിട്ട് ഇത്രയും നാളായിട്ടും ഇതുവരെ NHSന് വേണ്ടിയുള്ള ഒരു കാര്യങ്ങളും അവരിതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. സാലറി ഇൻക്രിമെൻറ്റ് മാത്രമാണ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. NHSലെ ഈ വെയിറ്റിംഗ് ലിസ്റ്റുകൾ എങ്ങനെ പരിഹരിക്കും എന്ന് ഇതുവരെ അവർ പറഞ്ഞിട്ടില്ല. ഇന്ന് ഹെൽത്ത് സെക്രട്ടറി വെസ്റ്റ് നടത്തിയ ഒരു പ്രസ്താവന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, NHSൻ്റെ പ്രശ്നങ്ങളെല്ലാം തന്നെ റിവ്യൂ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ അവർ മാറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് അവർ അടിസ്ഥാനപരമായിട്ട് NHSൻ്റെ പ്രശ്നം എന്താണെന്ന് കണ്ടെത്തി അതിന് തക്കതായ രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരും. അതനുസരിച്ച് NHSൽ ധാരാളം മാറ്റങ്ങൾ വരുത്തുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അന്നേരം അദ്ദേഹം പ്രധാനമായിട്ട് ഇപ്പോൾ ഇവിടുത്തെ വെയിറ്റിംഗ് ലിസ്റ്റ്, നമുക്കറിയാമല്ലോ പലരും 1 വർഷം 2 വർഷമാണ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
അന്നേരം ആ വെയിറ്റിംഗ് ലിസ്റ്റ് പരിഹരിക്കുന്നതിന് വേണ്ടി പ്രൈവറ്റ് ഹോസ്പിറ്റലുകളെ യൂസ് ചെയ്യുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അന്നേരം അതൊക്കെ എങ്ങനെയാവും എന്നുള്ളതിനെക്കുറിച്ചൊന്നും വിശദമായ റിപ്പോർട്ടുകളൊന്നും പുറത്തു വന്നിട്ടില്ല. അതുകൂടാതെ ഇന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ഡിജിറ്റലൈസേഷൻ നടത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. NHSുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ ഡിജിറ്റലായിട്ട് ചെയ്ത് അവിടുത്തെ കാലതാമസം പരിഹരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് NHSൽ ഇപ്പോൾ എന്താണ് പ്രശ്നം എന്നുള്ളത് പഠിച്ചത് അതിൻ്റെ റൂട്ട് കോസിനെ കണ്ടെത്തി അതിൽ മാറ്റം വരുത്താനുള്ള ശ്രമം നടത്തുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇതിനെല്ലാം വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് നമുക്ക് അടുത്ത വ്യാഴാഴ്ചയാണ് ഇവിടുത്തെ ആ റിപ്പോർട്ട് അവർ നടത്തിയ റിവ്യൂ, അവർ NHSൽ ഒരു റിവ്യൂ നടത്തുന്നുണ്ട്. അതിൻ്റെ റിപ്പോർട്ട് അടുത്ത വ്യാഴാഴ്ചയാണ് വരുന്നത്. ആ വ്യാഴാഴ്ച വരുന്ന റിവ്യൂവിനനുസരിച്ചായിരിക്കും മറ്റു മാറ്റങ്ങൾ UK-ലെ NHSൽ വരുത്തുന്നതെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, NHSൽ ആവശ്യത്തിന് ഫണ്ട് അനുവദിച്ചില്ലെങ്കിൽ NHSൻ്റെ പ്രവർത്തനങ്ങളെ അത് ശക്തമായി ബാധിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇവരിപ്പോൾ ഇത്രയും മാസമായിട്ടും NHSൻ്റെ വെയിറ്റിംഗ് ലിസ്റ്റ് പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു നടപടിയും ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും വളരെ പ്രതീക്ഷയോടെ ഇരുന്നതാണ് ലേബർ പാർട്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന്. പക്ഷേ ഇതുവരെ വന്ന രീതി അനുസരിച്ച് നോക്കുമ്പോൾ ലേബർ പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ച് ഗുണമുള്ള ഒരു കാര്യവും വന്നിട്ടില്ല. പിന്നെ മറ്റൊരു സന്തോഷ വാർത്ത ഇതിനിടയ്ക്ക് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ജീപ്പുകൾക്കുള്ള ഫണ്ട് ഒരേ മാസത്തെ കൊടുക്കുന്ന ഫണ്ട് അവർ അറൗണ്ട് 7.4% കൂട്ടിയിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മന്ത്ലി കൊടുക്കുന്ന ഫണ്ട് അത് ജീപ്പിയുടെ പ്രവർത്തനങ്ങളെ നല്ലപോലെ കൊണ്ടുപോകാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ഇവിടുത്തെ സീസണൽ വർക്കർ വിസയെക്കുറിച്ചാണ്. നമുക്കറിയാമല്ലോ ഇവിടുത്തെ ഓരോ സീസണിലും അതിനുവേണ്ടി മാത്രമായിട്ട് വിദേശ രാജ്യങ്ങളിൽ വിസ കൊടുത്ത് ആൾക്കാരെ UK-ലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അതിനുവേണ്ടി പലരും 6-7 ലക്ഷം രൂപയാണ് ഏജൻസികൾക്ക് കൊടുക്കുന്നത്. അങ്ങനെ വിദേശ രാജ്യങ്ങളിൽ വെച്ച് ഇന്ത്യയിലും നേപ്പാളിൽ നിന്നൊക്കെ ഒരുപാട് പേര് UK-ലേക്ക് സീസണൽ വർക്ക് വിസയിൽ വരുന്നുണ്ട്. അങ്ങനെ വന്ന് ജോലി നഷ്ടപ്പെടുന്നവരുടെ എണ്ണം ക്രമാതീതമായിട്ട് കൂടുകയാണ്. ഇവിടുത്തെ ബുദ്ധിമുട്ടേറിയ പണിയാകുമ്പോൾ പലരും ആ ജോലി ഉപേക്ഷിച്ച് പോകാനും തയ്യാറെടുക്കുന്നുണ്ട്. അന്നേരം അങ്ങനെ പൈസ ചിലവാക്കി UK-യിൽ വന്ന് ഒരുപാട് പേര് ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നതായിട്ട് ഇന്ന് BBC ന്യൂസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് സീസണൽ വർക്ക് വിസയോ അല്ലെങ്കിൽ ഏതെങ്കിലും താൽക്കാലിക വിസ തരാം എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഏജൻറ്റുമാരെ നിങ്ങളെ സമീപിക്കുകയാണെങ്കിൽ നിങ്ങൾ കഴിയുന്നതും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുക. കാരണം നിങ്ങളുടെ കടം തീർക്കാനുള്ള പൈസ പോലും UK-യിൽ നിന്ന് നിങ്ങൾക്ക് അതിന് കിട്ടുകയില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് അങ്ങനെയുള്ള വിസയിലൊന്നും UK-ലേക്ക് വരാതിരിക്കും. മറ്റൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഏജൻസികളെല്ലാം UK-ലെ ഹെൽത്ത് ആൻഡ് കെയറിൻ്റെ ഒരു ഷോർട്ട് ടൈം കോഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു, 6 months കോഴ്സ് ഉണ്ടെന്നും പറഞ്ഞ് ആൾക്കാരെ നിന്നൊക്കെ 9 ലക്ഷവും 10 ലക്ഷവും മേടിച്ച് UK-ലേക്ക് പഠിക്കാൻ വിടുന്നുണ്ട്. അവർക്ക് 6 മാസത്തെ കോഴ്സും പിന്നെ 3 മാസം അങ്ങനെ 9 മാസമാണ് UK-യിൽ നിൽക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. കാരണം ആ വിസയിൽ നിങ്ങൾ UK-യിൽ എത്തിക്കഴിഞ്ഞാൽ അത് സ്റ്റഡി വിസയാണ്, ഷോർട്ട് ടൈം സ്റ്റഡി വിസയാണ്. നോർമലി ഇങ്ങനെയുള്ള ഷോർട്ട് ടൈം സ്റ്റഡി വിസകൾക്ക് UK-യിൽ നമുക്ക് ജോലി ചെയ്യാൻ പറ്റുകയില്ല. 6 മാസം നമുക്ക് ജോലി ചെയ്യാൻ പറ്റത്തില്ല. അന്നേരം നിങ്ങളെല്ലാവരും ഈ കോഴ്സിന് വരുന്നത് കുറച്ച് ലാഭം നോക്കിയാണ്. കാരണം നമുക്കൊരു 1 year കോഴ്സ് ആകുമ്പോൾ മിനിമം 13 ലക്ഷം 14 ലക്ഷം രൂപയാകും. പക്ഷേ ഈ ഷോർട്ട് ടൈം കോഴ്സ് ആകുമ്പോൾ വെറും 9 ലക്ഷം രൂപയ്ക്ക് വരാൻ സാധിക്കും എന്നുള്ള ആ ഒരു രീതി കൊണ്ടാണ്. നിങ്ങളൊന്ന് ചിന്തിക്കണം, നിങ്ങൾക്ക് UK-യിൽ വന്ന് വർക്ക് ചെയ്യാൻ സാധിക്കുകയില്ലെങ്കിൽ നിങ്ങൾ 6 മാസവും നിങ്ങളുടെ എക്സ്പെൻസ് നിങ്ങൾ കൈകാര്യം ചെയ്യേണ്ടി വരും. അന്നേരം നമ്മളൊരു 14 ലക്ഷം രൂപ കൊടുത്തൊരു കോഴ്സ് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ജോലി ചെയ്യാൻ സാധിക്കും. അന്നേരം നിങ്ങൾക്ക് ആ പൈസ കവറാകും. അതുകൊണ്ട് തന്നെ ഈ ഷോർട്ട് ടൈം കോഴ്സുകൾക്ക് വരുന്നതിന് പകരം നിങ്ങൾക്ക് UK-യിലേക്ക് വരണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ ഏതെങ്കിലും ഫുൾ ടൈം കോഴ്സുകൾക്ക് വരാനുള്ള ശ്രമം നടത്തുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ഷോർട്ട് ടൈം കോഴ്സുകളിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സ്റ്റേ ബാക്ക് ഉണ്ടാവുകയില്ല. നിങ്ങൾക്ക് ഇവിടെ 2 വർഷം നിൽക്കാൻ സാധിക്കുകയില്ല. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഈ വിസ നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കുകയില്ല. ഷോർട്ട് ടൈം വിസകൾ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ കോഴ്സ് കഴിഞ്ഞാൽ നിങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് പോകേണ്ടി വരും. നിങ്ങളെ ഇപ്പോൾ കൊണ്ടുവരാൻ വേണ്ടി പറയുന്ന ഏജൻറ്റുമാർ നിങ്ങളുടെ അടുത്ത് പറയും നിങ്ങൾക്ക് ജോലി ഉറപ്പാണെന്നൊക്കെ പറയും. പക്ഷേ ഒന്നും നടക്കാൻ പോകുന്നില്ല. നിങ്ങൾക്ക് ഒരു ജോലിയും UK-യിൽ കിട്ടാൻ പോകുന്നില്ല. കാരണം UK-യിൽ നിങ്ങൾ ഹെൽത്ത് ആൻഡ് കെയർ കോഴ്സ് പഠിച്ചു എന്നും പറഞ്ഞൊരു ജോലി കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. കാരണം ഇവിടെ ഹെൽത്ത് ആൻഡ് കെയർ കോഴ്സിൻ്റെ 2 വർഷത്തെ കോഴ്സൊക്കെ പഠിച്ചവർക്ക് പോലും വിസ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഇവിടെ മറ്റേ സ്റ്റുഡൻസിനൊക്കെ വിസ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ 90% അവർ ആ കെയർ ഹോമുകളിൽ ജോലി ചെയ്യുമ്പോൾ അവിടെ നമ്മുടെ കഴിവ് തെളിയിച്ചാണ് പലർക്കും അവിടെ വിസ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഷോർട്ട് ടൈം കോഴ്സ് ചെയ്തു എന്നും പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു ജോലി കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. നിങ്ങൾ വെറുതെ പൈസ കളയരുത്. ഇങ്ങനെയുള്ള തട്ടിപ്പുകാരുടെ ഇടയ്ക്ക് നിന്ന് പെടരുത്. കാരണം നിങ്ങൾ ഫീസ് അടയ്ക്കുന്നത് വരെ അവർ നിങ്ങളെ വിളിക്കുകയുള്ളൂ. നിങ്ങൾ ഫീസ് അടച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ അവർ വിളിക്കുകയില്ല. അതോടൊപ്പം തന്നെ അവർ നിങ്ങളുടെ അടുത്ത് എപ്പോഴും പറയും സീറ്റ് തീരാൻ പോവുകയാണ്, നിങ്ങൾ പെട്ടെന്ന് പൈസ അടയ്ക്കണമെന്ന് പറയും. നിങ്ങൾ മാറിയാൽ മറ്റൊരാൾ റെഡിയായി നിൽക്കുകയാണെന്നൊക്കെ പറയും. അതൊക്കെ തട്ടിപ്പിൻ്റെ മറ്റു വശങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള തട്ടിപ്പുകളിലൊന്നും പെടാതിരിക്കുക. അന്നേരം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വിസ ഓഫർ ചെയ്യുമ്പോൾ നിങ്ങൾ UK ഗവൺമെൻറ് വെബ്സൈറ്റിൽ പോയി ചെക്ക് ചെയ്ത് നോക്കുക ആ വിസയ്ക്കുള്ള ഗുണങ്ങളും ദോഷങ്ങളും. അന്നേരം നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു ഏകദേശം ഐഡിയ കിട്ടും. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള തട്ടിപ്പുകൾക്ക് പോകാതിരിക്കുക. കാരണം ഇപ്പോൾ UK-യിൽ ആയിരക്കണക്കിന് ആൾക്കാർ, അതായത് പ്രത്യേകിച്ച് നഴ്സിംഗ് ക്വാളിഫിക്കേഷൻ ഉള്ളവരും എക്സ്പീരിയൻസ് ഉള്ളവർ പോലും ഇവിടെ ജോലിയില്ലാതെ നിൽക്കുന്നുണ്ട്. കാരണം ഒരേ സ്ഥലത്തെ ലൈസൻസ് നഷ്ടപ്പെടുമ്പോൾ ജോലിയില്ലാതെ പോകുന്ന ഒരുപാട് പേര്, അവർക്ക് പോലും ഒരു COS കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ. അന്നേരം ഇങ്ങനെയുള്ള ഒരു ഷോർട്ട് ടൈം കോഴ്സ് ചെയ്തു എന്നും പറഞ്ഞ് നിങ്ങൾക്ക് ഒരു ഉറപ്പുമില്ല ഒരു ജോലി കിട്ടുമെന്നുള്ളത്. അതുകൊണ്ട് അങ്ങനെ പൈസ കളയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്രയുമാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ്. UK-യിലെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സുകളെല്ലാം തന്നെ നിങ്ങളെ അറിയിക്കാനുള്ള ശ്രമം നമ്മൾ നടത്തുന്നതായിരിക്കും.
നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.